ഹലോ, എല്ലാവർക്കും ആശ ആൻഡ് അലിയസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ മറ്റൊരു അൺബോക്സിങ് വീഡിയോയുമായിട്ട് വന്നേക്കുന്നത്. അതായത് നമ്മുടെ മീഷോയിൽ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റാണ്. ഇത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിന്നാണ്. നമ്മുടെ പയറ്, പരിപ്പ് തുടങ്ങിയ ധാന്യവർഗ്ഗങ്ങളൊക്കെ നമുക്ക് തട്ടി സൂക്ഷിക്കാൻ പറ്റുന്ന, സ്പേസ് വളരെയധികം ലാഭിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടിന്ന്. മീഷോയിൽ ഇത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം വാങ്ങിക്കാത്തവർക്കും ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളാകും എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് ഒരു ടിന്നിന് 4 ഹോളുണ്ട്. അപ്പം 4 സാധനങ്ങളും നമുക്കിതിലേക്ക് തട്ടി വയ്ക്കാം. അതാണ് ഏറ്റവും മെയിനായിട്ട് നമുക്കിതിൽ ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഡിവൈഡർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്തിട്ട് നമുക്ക് നമുക്ക് ഒന്നായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു സാധനം തട്ടി വയ്ക്കാൻ മാത്രമായിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം. നടുക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ സാധനം നമ്മൾ ഇളക്കി മാറ്റിയാൽ മാത്രം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഡിവൈഡർ വയ്ക്കുവാണെങ്കിൽ നമുക്ക് 4 സാധനങ്ങൾ അതിനകത്ത് തട്ടി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം ഓഫറായിട്ടാണ് എടുത്തത്. 271 അതിൻ്റെ പ്രൈസ് എനിക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ പയറും പരിപ്പും കടലയും അങ്ങനെയൊക്കെയാണ് ഞാൻ തട്ടി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോയോളം തട്ടി വയ്ക്കാനേ പറ്റത്തുള്ളൂ. കൂടുതലൊന്നും തട്ടി വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കിതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് അതിന് ഗ്രിപ്പൊന്നുമില്ല. നമുക്കിങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഈ അടപ്പ് മൊത്തമായിട്ട്, ഇതിൻ്റെ ടോപ്പിലുള്ള അടപ്പ് മൊത്തമായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. സൈഡിലൊന്നും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല. ആ 4 ഹോളിലേക്ക് തുറക്കുന്ന ആ അടപ്പ് മാത്രം നമുക്ക് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇങ്ങനെ നമ്മളൊരു സൈഡിലേക്ക് ഇങ്ങനെ ചരിക്കുമ്പോൾ മേളിലത്തെ അടപ്പിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ചിലപ്പം തുറന്ന് വരാനും എല്ലാ സാധനങ്ങളും കൂടെ തട്ടി താഴെ വീഴാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിതിങ്ങനെ ഡിവൈഡർ ഊരിയെടുക്കുമ്പോഴത്തേക്കും അതിലൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ആരോ മാർക്ക് അനുസരിച്ച് വേണം നമ്മൾ താഴേക്ക് വയ്ക്കാൻ. അപ്പോൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് സ്പേസ് കുറവും, മുകളിലേക്ക് സ്പേസ് കൂടുതലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരോ മാർക്ക് നോക്കി നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടത് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റീവ് തന്നെയാണത്. കാരണം എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം ഞാൻ മീഷോയിൽ വേറെ നോക്കിയപ്പോഴത്തേക്കും വേറൊരു പ്രോഡക്റ്റ് ഇതേ സെയിം സാധനം തന്നെ, അതിൽ ഈ ക്ലിപ്പുണ്ട്, സൈഡിൽ 2 ക്ലിപ്പുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് നമ്മൾ ലോക്ക് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും സംഭവം നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ മേളിൽ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ അതിൻ്റെ ഏത് സാധനമാണ്, ഏത് പയറുവർഗ്ഗം എന്താണോ ആവശ്യം അത് തുറന്നിട്ട് നമ്മൾ തട്ടുമ്പോഴത്തേക്കും അത് മാത്രമേ വീഴത്തുള്ളൂ. അപ്പം ഇതിലും എനിക്ക് പ്രശ്നം പറ്റിയിരിക്കുന്നത്, മേളത്തെ പിടിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ തുറന്നു വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ.